ഡിയർ ഫ്രണ്ട്സ്, പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോയിൽ കമൻറ്റ് വഴി കരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിക്കാം എന്ന് തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ കരി എടുക്കുന്നതിന് വേണ്ടി വിറക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം തീ പിടിപ്പിക്കുമ്പോൾ തന്നെ നമ്മളൊരു കഷ്ണം കൊതുമ്പ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തീ കത്തിക്കാം. കത്തിപ്പോകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കരി നമുക്ക് എടുക്കാൻ തുടങ്ങണം. അതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കാം. ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കഷ്ണം നമ്മൾ കത്തിത്തീരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒടിച്ച് ഇതുപോലെ വേറൊരു കമ്പ് കൊണ്ട് ഒടിച്ച് ഇതിലേക്ക് ഇടുക. അതിനുശേഷം അടുത്ത കമ്പെടുക്കുക. അതും അതുപോലെ ഒടിച്ച് കത്തി തീർന്നിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ അടിച്ചാൽ ഒടിഞ്ഞു പോരുകയില്ല. വീണ്ടും അത് കത്തിക്കാൻ വെക്കുക. നല്ല ഉറപ്പുള്ള മരം വേണം നമുക്ക് ഇത് കത്തിച്ചെടുക്കുവാൻ. അതുപോലെ തന്നെ പുളിമരങ്ങളോ അതേപോലെയുള്ള പുളി രസമുള്ള മരങ്ങളൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾ ചീത്തയായി പോകും. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒടിച്ചിട്ട് കഴിഞ്ഞു. അത്യാവശ്യം കരി നമ്മൾ അതിൽ വന്നതെല്ലാം ഒടിച്ചെടുത്തു. ഇനി വീണ്ടും ഈ വിറകൊന്നും കൂടി കത്തിച്ചതിന് ശേഷം ഒന്നും കൂടി ഇതിൽ നിന്ന് ഒടിച്ചെടുക്കാം. ഞാൻ ഒത്തിരി വിറക് ഇതുപോലെ കരിയാക്കി ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ചാണ് ഞാനിപ്പോൾ കത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിരട്ടയിൽ വെച്ച് ഓർക്കിഡ് നടുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഇതുപോലെ കരിയും മടലും ട്രീറ്റ് ചെയ്ത ചകിരിയുമാണ് ഉപയോഗിക്കുന്നത്. ട്രീറ്റ് ചെയ്ത ചകിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിരുന്നു. ആ വീഡിയോ കണ്ടാൽ കൊക്കോ പീറ്റ് ഉണ്ടാക്കുന്നതും കൊക്കോ ചിപ്സ് ഉണ്ടാക്കുന്നതും ട്രീറ്റ് ചെയ്ത ചകിരി ഉണ്ടാക്കുന്നതെല്ലാം നമുക്ക് വിശദമായി കാണാവുന്നതാണ്. ഇനി ചട്ടിയിൽ ചിരട്ട വെച്ച് എങ്ങനെയാണ് ഓർക്കിഡ് ചെടി നടുന്നത് എന്നുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോലെയുള്ള സെറ്റായിട്ട്, അതായത് ചട്ടിയിൽ നമുക്ക് ചിരട്ട ഉപയോഗിച്ച് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും, അതായത് എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് ഇത് എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ ആ അഡ്രസ്സ് എനിക്ക് അയച്ചു തരിക. അതിൻ്റെ കൊറിയർ ചാർജും അതിൻ്റെ ചിലവും വെച്ചുകൊണ്ട് ഞാനത് എല്ലാ സാധനങ്ങളും, അതായത് ചിരട്ട, അതിൻ്റെ വടി, ടൈ, പിന്നെ തെർമോക്കോൾ, ചെടിച്ചട്ടി, അങ്ങനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സെറ്റ് തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ആവശ്യമുള്ളവർ എന്നെ വാട്സപ്പ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ സെറ്റെല്ലാം ഞാൻ കൃത്യമായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അതിൻ്റെ റേറ്റും ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റ് വഴി അറിയിക്കുന്നതാണ്. ധാരാളം കരി ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരുവിധം കത്തിത്തീർന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ എടുക്കണം. ഇതിനി നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിൻ്റെ 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇതിനൊരു ചാരത്തിൻ്റെ ഒരു പുളിപ്പ് രസം ഉണ്ടാവും. അതില്ലാതിരിക്കാൻ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിന് ശേഷം ഉപയോഗിക്കുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.